തെച്ചിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അപ്പോൾ നമുക്ക് വിഷു കണിയൊരുക്കാം ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ. അപ്പോൾ വിഗ്രഹമൊക്കെ നമുക്ക് ചിലപ്പോൾ എല്ലാ വീടുകളിലും കൃഷ്ണ വിഗ്രഹം ഉണ്ടാവും, ഇല്ലാത്ത വീടുകൾ കുറവാണ്. ഇല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. അപ്പോൾ ഭഗവാൻ ആണ് ഏറ്റവും പ്രധാനം ഇവിടെ. ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ, ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ നമുക്ക് ഭഗവാന് ഒരു സമൃദ്ധിയോടുകൂടി തന്നെ ഒരു കണി ഒരുക്കാം. അതായത് ഏറ്റവും പ്രധാനം കണിക്കൊന്നയാണ് ആ മഞ്ഞപ്പൂക്കൾ. അതൊരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണല്ലോ. അപ്പോൾ ഭഗവാനെയും കണിക്കൊന്ന പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. അങ്ങനെ ഭഗവാനെ അലങ്കരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനം ഒരു നിലവിളക്കാണ്. 5 തിരിയിട്ട വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ 2 തിരിയിട്ട് കത്തിക്കാം. ഒന്ന് ഭഗവാന് നേർക്കും, ഒന്ന് നമ്മുടെ നേർക്കുമായിട്ട് വരുന്ന പോലെ. പിന്നെ കിഴക്ക് പടിഞ്ഞാറ് ആ ഒരു രീതിയിൽ കണി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ കിഴക്കോട്ട് നോക്കി ഭഗവാനെ കാണുന്നു, കണി കാണുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഭഗവാൻ പടിഞ്ഞാറോട്ട്, ഭഗവാന്റെ ആ ഒരു ദർശനം പടിഞ്ഞാറോട്ട്, അങ്ങനെയും വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു സാഹചര്യം അനുസരിച്ച് അത് ഒരുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിൽ. കാരണം ഒരു വൃത്തി തന്നെയാണ് നമുക്കൊരു ഐശ്വര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ വീട് ആദ്യം വൃത്തിയാക്കുക. അതിനുശേഷം ആ ഒരു മുറിയെങ്കിലും വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുശേഷം തറയിൽ കണിയൊരുക്കാം, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ടീപ്പോയുടെ മുകളിലൊക്കെ നമുക്ക് കണിയൊരുക്കാം. അപ്പം തറയിൽ ഒരുക്കുകയാണെങ്കിൽ പിന്നെ നല്ല പലകയൊക്കെ, നല്ല വീതിയുള്ള പലക വയ്ക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം അത് ഒരുക്കുക. അതിനുശേഷം അതിന് മുകളിൽ നല്ല മഞ്ഞ തുണിയോ അല്ലെങ്കിൽ മഞ്ഞ വിരിയോ അല്ലെങ്കിൽ വെളുത്ത വിരിയോ ഒക്കെ നമുക്ക് വിരിക്കാം. നല്ല പിന്നെ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും വിരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വിരിക്കാം. ഇനി പിന്നെ ഒരു ഉരുളിയിൽ അരിയാണ്, ഉണക്കല്ലരി എടുക്കണം. പിന്നെ അതിൽ പഴം, ഒരു പടലപ്പഴം, പിന്നെ അതുപോലെ ചക്ക, മാങ്ങ, മാമ്പഴം, പിന്നെ പച്ചക്കറികൾ, പലതരം പച്ചക്കറികൾ വയ്ക്കാം. അതെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുക. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നാണയങ്ങൾ, സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അത് നമുക്ക് കാണുന്ന രീതിയിൽ അത് അവിടെ വയ്ക്കാം. അപ്പോൾ രാവിലെ വരുമ്പോൾ ഈ ഒരു ദർശനം നമുക്ക് വളരെ ഒരു ഐശ്വര്യമാണല്ലോ ഇതെല്ലാം കാണുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടത് കണിക്കൊന്ന പൂക്കളും കൃഷ്ണ വിഗ്രഹവും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ. ഇത് ആദ്യം സംഘടിപ്പിക്കുക. ഉരുളി ഇല്ലെങ്കിൽ ഒരു പരന്ന പാത്രം ധാരാളം മതി. പിന്നെ കണിവെള്ളരി പ്രധാനമാണ് കേട്ടോ. കാരണം കണിവെള്ളരി ആ ഒരു മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറത്തിലുള്ള ആ കണിവെള്ളരി അത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. അതുപോലെ കൊന്നപ്പൂവും ഈ കണിവെള്ളരിയും കൂടെ കാണുമ്പോൾ തന്നെ വിഷു ആയി. പിന്നെ മാമ്പഴം, അതിൻ്റെ ആ മഞ്ഞ നിറവും പച്ച നിറവും ഒക്കെ. പിന്നെ നമുക്ക് നാളികേരം ഉടച്ച് തലേ ദിവസം തന്നെ ഉടച്ച് വയ്ക്കണം. ഉടച്ച് 2ആക്കി അതിൽ പൂക്കൾ വയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലവർ എണ്ണ ഒഴിച്ച് തിരിയിടുന്നവരുണ്ട്. അപ്പോൾ ഇത് പിന്നെ രാവിലെ പക്ഷെ അത് കത്തിക്കേണ്ടു. അതുപോലെ തന്നെ രാത്രി കൃഷ്ണവിഗ്രഹത്തിൻ്റെ അടുത്ത് കൃഷ്ണവിഗ്രഹം നന്നായിട്ട് അലങ്കരിക്കുക. ഭഗവാന് മാലയൊക്കെ ചാർത്തി, കൊന്നപ്പൂവിൻ്റെ മാലയിടുന്നവരുണ്ട്, അല്ലെങ്കിൽ മുല്ലമാലയോ പിച്ചി പൂമാലയോ താമരമൊട്ടുമാലയോ ഒക്കെ ഇടാം. അതിന് ശേഷം അല്ലെങ്കിൽ തുളസി മാല ഇടാം. ഇനി കുറച്ച് ഉതിർപ്പൂ മാറ്റി വയ്ക്കുക നമുക്ക് അർച്ചന ചെയ്യാൻ. അതിന് ശേഷം കണിവെള്ളരിയും മാമ്പഴവും അതുപോലെ ചക്കയും അതുപോലെ മറ്റ് പച്ചക്കറികളും മറ്റ് ഫ്രൂട്ട്സും ആപ്പിള്, ഓറഞ്ച് ഒക്കെ നമുക്ക് വയ്ക്കാം. ഇതെല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ തിരിയിട്ട് കത്തിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ തലേ ദിവസം തന്നെ ഒരുക്കി വയ്ക്കണം. തീപ്പെട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുക. എന്നിട്ട് എല്ലാവർക്കും വേഗം എണീറ്റ ഉടനെ നമ്മൾ ബാത്റൂമിൽ പോലും പോകുന്നതിന് മുമ്പാണ് വന്ന് കണി കാണേണ്ടത്. അപ്പം അങ്ങനെയാണ്
ചെയ്യേണ്ടത്. അപ്പോൾ മുഖം കഴുകാനും ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണർത്തി കൊണ്ടുവരുന്ന ഒരു രീതിയൊക്കെ നമ്മൾ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ കുട്ടികളെയൊക്കെ ആണെങ്കിൽ അവർ കണ്ണ് തുറക്കാതെ തന്നെ അവരുടെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് ഈ കണിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ഇരുത്തുകയും ഒരു പായൊക്കെ വിരിച്ച് വെക്കണം. അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നിന്നുകൊണ്ട് അവിടെ അവരെ ഇരുത്തി അവരുടെ 2 കണ്ണിലും ഈ അവിടെ വെച്ചിട്ടുള്ള കിണ്ടിയിൽ വെള്ളം, അത് കിണ്ടിയും വെള്ളവും അത് വളരെ നിർബന്ധമാണ്. ഇനി കിണ്ടി ഇല്ലെങ്കിൽ ഒരു മൊന്തയിലോ സ്റ്റീൽ മൊന്തയിലോ ഒരു വെള്ളം വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ കണ്ണൊക്കെ തുടച്ച് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ആദ്യമായിട്ട് കാണുന്നത് ഭഗവാനെ കാണണം. ഭഗവാന്റെ രൂപത്തിൻ്റെ അടുത്ത് തന്നെ വാൽക്കണ്ണാടിയോ, ഇനി വാൽക്കണ്ണാടി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടി വയ്ക്കണം. അപ്പം നമ്മൾ നമ്മളെ തന്നെ കാണുന്നു. അതായത് തത്വമസി എന്നുള്ള ഒരു ഇത് തന്നെയാണ്, അത് നീ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സത്യം, ആ ഒരു പരമാത്മ സത്യം, അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മളെ തന്നെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കൃഷ്ണനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ ഒരു നാമങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉരുവിടുന്നത് നല്ലതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് കുറച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇത് വയ്ക്കുന്നതിൻ്റെ കൂടെ വയ്ക്കേണ്ടത്, വളരെ പ്രധാനമായിട്ട് വെക്കേണ്ടത്, നാളികേരം ഉടച്ച് തലേദിവസം തന്നെ വെക്കണം. അത് രാവിലെ ഉടയ്ക്കാനൊക്കെ നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കിഴക്കോട്ട് നോക്കിയാണ് നമ്മൾ കിഴക്കോട്ടാണ് നോക്കേണ്ടത്, അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു കണി ദർശനം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ്നെസ് കൊണ്ടുവരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാരണവന്മാർ, അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ, ഇവരാണ് മറ്റുള്ളവരെ കണി കാണിക്കേണ്ടത് എന്നാണ് സങ്കല്പം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആദ്യം തന്നെ എണീറ്റ് വരുന്നത് ഗൃഹനാഥൻ ആണെങ്കിൽ ഗൃഹനാഥനായിരിക്കണം ആദ്യം വിളക്കൊക്കെ കത്തിക്കേണ്ടതും. അതുപോലെ തന്നെ ഓരോരുത്തരെയും വിളിച്ചുണർത്തിക്കൊണ്ടുവന്ന് അവരെയൊക്കെ കണി കാണിച്ചു കൊടുത്ത്, പിന്നെ എല്ലാവരും കണി കണ്ട ശേഷം എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വിഷുക്കൈനീട്ടം എന്ന് പറയുന്ന മുതിർന്ന ആൾ, വീട്ടിലെ മുതിർന്ന ആൾ എല്ലാ അംഗങ്ങൾക്കും തൻ്റെ ജീവിതത്തിലെ ആ ഒരു ഐശ്വര്യം പകർന്നു നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുമ്പോൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു മനോഭാവമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ മാത്രമല്ല ആ ഒരു കൊടുക്കുന്ന ഒരു ശീലം, അതൊക്കെ ഇവിടെ നമുക്ക് ഈ കൈനീട്ടം കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചെറിയ കുട്ടികൾ വലിയ ആളുകൾ കൊടുക്കുന്ന രീതി ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ സാധാരണ വലിയ മുതിർന്നവരാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ബന്ധങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊരു സന്തോഷത്തിൻ്റെ പ്രതീകവും കൂടാണ്. കാരണം നമുക്ക് എത്ര കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും തരുമ്പോൾ, സന്തോഷത്തോടുകൂടി തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കൂടുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കൈനീട്ടം കൊടുക്കുക, വാങ്ങുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുനിഞ്ഞ് നിന്ന് വാങ്ങണം എന്ന് പറയും, അങ്ങനെ ഒരു ആദരവോടുകൂടി. അപ്പോൾ ആ ഒരു വിനയവും അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ കൊടുക്കുക എന്നുള്ളൊരു ശീലം, തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുക എന്നുള്ള ശീലം, അതുപോലെ സന്തോഷത്തിൻ്റെ പ്രതീകം, അതുപോലെ തന്നെ വിനയം, അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ സമൃദ്ധിയായിട്ട് ഒരു കണി ഒരുക്കുമ്പോൾ, ആ ഒരു കണി ഒരുക്കി കഴിഞ്ഞാൽ
കണി ഒരുക്കി കഴിയുമ്പോൾ പിന്നെ അതിരാവിലെ എണീറ്റ് 4 മണിക്ക് എണീറ്റ് കാണുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. കാരണം പിന്നെ അങ്ങോട്ട് പോകും തോറും പിന്നെ എന്താ പറയുക, പല ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യനെ കാണുന്നതിന് മുമ്പ് ഭഗവാനെ കാണണം. അതാണ് കണി ദർശനം. അങ്ങനെ നമ്മൾ ആ കണിയൊക്കെ കണ്ടതിന് ശേഷം കൈനീട്ടം വാങ്ങുക എന്നുള്ള ഒരു ചടങ്ങ്, അത് കൈനീട്ടം വാങ്ങുമ്പോൾ അത് തരുന്ന ആ ഒരു ഗൃഹനാഥൻ്റെ കാല് തൊട്ട് വന്ദിക്കുകയും കൂടെ ചെയ്യണം. അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുകയും കൂടെ ചെയ്യും. ആ ഗൃഹനാഥനിലുള്ള പോസിറ്റീവ് എനർജി ആ ഒരു വ്യക്തിയിലേക്ക്, തൻ്റെ കയ്യിലൂടെ ആ ഒരു വ്യക്തിയിലേക്ക് വരികയും കൂടെ ചെയ്യും. അപ്പോൾ അതൊരു വലിയ ഒരു സന്ദേശം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ട്, കൃഷ്ണനെ കണി കണ്ടുകൊണ്ട്, ഗുരുവായൂരപ്പനെ കണി കണ്ടുകൊണ്ട് ധാരാളം കൊന്നപ്പൂക്കളും കണിവെള്ളരിയും ചക്കയും മാങ്ങയും നാണയങ്ങളും സ്വർണവും, പിന്നെ അതുപോലെ കിണ്ടിയിലെ വെള്ളവും, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സമൃദ്ധമായ പച്ചക്കറികളും, അങ്ങനെ ധാരാളം ഫ്രൂട്ട്സും ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ഭഗവാനെ കണി കണ്ടുകൊണ്ട്, പിന്നെ അതുപോലെ തനിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി അവരുടെ അനുഗ്രഹം തേടാൻ അവരുടെ കാല് തൊട്ട് വന്ദിച്ച്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന, ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിൽ കഴിഞ്ഞിട്ട് മലബാർ അങ്ങോട്ട് വടക്കൻ ജില്ലകളിലൊക്കെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഒരുപാട് പടക്കം പൊട്ടിക്കും. അപ്പോൾ അത്ര ഒരുപാട് പടക്കം വേണ്ട, നമുക്ക് പ്രതീകാത്മകമായിട്ട് കുറച്ചൊക്കെ പടക്കം പൊട്ടിച്ചാൽ മതി. കാരണം നമ്മുടെ അന്തരീക്ഷത്തെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് പൊട്ടിക്കുക, കുറച്ച് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ നമ്മുടെ സന്തോഷത്തിന് നമുക്ക് കത്തിക്കാം. ഒരുപാട് പണവും അതിനുവേണ്ടി ചിലവാക്കേണ്ട എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നല്ല ഒരു വർഷമായിരിക്കട്ടെ ഈ ഒരു വർഷം. ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വർഷം കൊണ്ട് നടക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ആ ഒരു സഹായം ഭഗവാനിൽ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷു ദിവസവും ഭഗവാന് സമൃദ്ധിയായിട്ടുള്ള ആ ഒരു കണി ഒരുക്കിക്കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഈ സമൃദ്ധി തൻ്റെ ജീവിതത്തിലുടനീളം, അതുപോലെ ഈ ഒരു വർഷം ഉടനീളം ഉണ്ടാവണേ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു കണി ദർശനം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു. നമുക്ക് ഇപ്പോൾ തൊട്ട് തുടങ്ങാം. വിഷുക്കണി ഒരുക്കാനുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ തൊട്ട് തുടങ്ങാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. വിഷു ആശംസകൾ. ഹാപ്പി വിഷു ടു ഓൾ. എല്ലാവർക്കും നല്ലൊരു വിഷു നേരുന്നു. ഹരേ കൃഷ്ണ.